Assalamu alaikum. Good morning. Welcome to our online class. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ചാപ്റ്റേഴ്സിലെ ടോപ്പിക്കുകളായിരുന്നു നമ്മൾ എടുത്തിരുന്നത് അല്ലേ? വേരിയബിൾ സെപ്പറബിൾ ഫോം, ടൈപ്സ് ഓഫ് ഡിഫറൻഷ്യൽ, എങ്ങനെയാണ് ജനറൽ സൊല്യൂഷൻ തന്നിട്ട് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കുക, ഡിഫറൻഷ്യൽ ഇക്വേഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റുന്നത്, അതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ എങ്ങനെയാണ്, ജനറൽ സൊല്യൂഷൻ എങ്ങനെയാണ്, അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? ഇതിന്ന് നമുക്ക് പുതിയൊരു ടോപ്പിക്കാണ് എടുക്കുന്നത്, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? എന്താ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എപ്പോഴാണ് ഹോമോജീനിയസ് ആകുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഏത് തരത്തിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്, എന്താണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നൊക്കെ ഉള്ള ടോപ്പിക്കുകളാണ് കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം, ഒന്ന് നോക്കാം. എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം dy by dx is equal to f of xy or dx by dy equal to g of xy, where f of xy and g of xy are homogeneous functions. അപ്പോൾ തന്നിരിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഇൻ ദ ഫോം dy by dx equal to f of xy and dx by dy equal to g of xy. ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ, വേർ എഫ് ഓഫ് എക്സ് വൈ ആൻഡ് ജി ഓഫ് എക്സ് വൈ ആർ ഹോമോജീനിയസ് ഫങ്ഷൻസ്. അഗെയിൻ ഹോമോജീനിയസ് ഫങ്ഷൻ ഓഫ് ഏതാ? ഡിഗ്രി 0. ആ ഫങ്ഷൻ്റെ ഡിഗ്രി 0 ആണെങ്കിൽ 0 ഈസ് കോൾഡ് എ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഓർ ഡി എക്സ് ബൈ ഡി വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്ന ഇക്വേഷനിലെ ഡിഗ്രി 0 ആണെങ്കിൽ അത്തരം ഇക്വേഷൻസിനെയാണ്, അത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. The function f of xy is a homogeneous function of degree n. ഇപ്പോൾ ഡിഗ്രി n ആയിട്ടുള്ള ഒരു ഹോമോജീനിയസ് ആണെന്നുണ്ടെങ്കിൽ if f of xy equal to x raised to n, ഇവിടെ കണ്ട ഡിഗ്രി n ആണെങ്കിൽ ഇവിടെ എന്താ വരുന്നത്? x raised to n g of y by x or y raised to n h of xy, h of x by y. Here f of ഡിഗ്രി n ആണെന്നുണ്ടെങ്കിൽ f of xy is equal to x raised to n. കണ്ടോ ഇവിടെ n 2 1 0 ആണെങ്കിൽ അവിടെ ഒന്നുമില്ല, 1 ആണെങ്കിൽ ഡിഗ്രി 1 ആയിരിക്കും, 2 ആണെങ്കിൽ ഡിഗ്രി 2 ആയിരിക്കും. അപ്പം n ആണെങ്കിൽ അതിനെ x raised to n into g of y by x or y raised to n into h of x by y. പിന്നെ കോമൺ ആയിട്ട് എഴുതുന്നത് that is f of lambda x, f of x y-നെ ലാംഡ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാണ്. അപ്പം f of lambda x, lambda y equal to lambda raised to n. കോമൺ ആയിട്ട് പറയണം ലാംഡ റേസ് ടു എൻ എഫ് ഓഫ് എക്സ് വൈ ഫോർ എനി നോൺ സീറോ കോൺസ്റ്റന്റ് ലാംഡ. ലാംഡ എന്ന് പറഞ്ഞാൽ ഇതൊരു നോൺ സീറോ കോൺസ്റ്റന്റ് ആണ്. അഗെയിൻ എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫോം ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഈസ് സെഡ് ടു ബി ഹോമോജീനിയസ് ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് എ ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 0. നേരത്തെ ഫസ്റ്റ് പറഞ്ഞത് തന്നെയാണ്, ഒന്നും കൂടെ പോയിന്റ് വൈസ് ആയിട്ട് ഞാൻ പറഞ്ഞത് മാത്രം. അപ്പം എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫോം ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഈസ് സെഡ് ടു ബി ഹോമോജീനിയസ്. അത് എപ്പോഴാണ് ഹോമോജീനിയസ് ആകുന്നത്? ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഈസ് എ ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 0. ഡിഗ്രി 0 ആകുമ്പോഴാണത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ ആകുന്നത്. ഇനി നോക്കാം, എഫ് ഓഫ് എക്സ് വൈ ഈസ് എ ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 0 ദെൻ ആർ മേക്ക്. എങ്ങനെയാണ് അതിനെ നമ്മളൊരു ഹോമോജീനിയസ് ആണോ എന്നുള്ളതും അതിലേക്ക് മാറ്റുന്നതും. അപ്പോൾ അത് ഹോമോജീനിയസ് ആണെങ്കിൽ ഡിഗ്രി 0 ദെൻ വി മേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ബൈ വൈ ഈക്വൽ ടു വി. ഈ ഒരു ഇത് മറക്കരുത്, എക്സ് ബൈ വൈ ഈക്വൽ ടു വി, ദറ്റ് ഈസ് എക്സ് ഈക്വൽ ടു ദ വൈ അങ്ങോട്ട് പോകുന്നു വി വൈ. And we proceed further to find the general solution as discussed above the writing dx by dy equal to f of xy equal to h of x by y. അപ്പം തന്നിരിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി 0 ആണെങ്കിൽ അതിന് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നു. ഇനി n ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആദ്യം എങ്ങനെയൊക്കെയാ ഇവിടെ എക്സ് ബൈ വൈ ഈക്വൽ ടു വി എന്ന രൂപത്തിലാക്കി
ദെൻ എക്സ് ഈക്വൽ ടു വൈ വി വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ദെൻ അതിനെ ബാക്കി ഡിഫറൻഷ്യൽ ഇക്വേഷൻ രീതിയിൽ പ്രൊസീഡ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഷോ ദാറ്റ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2y ഈസ് ഹോമോജീനിയസ് ആൻഡ് സോൾവ് ഇറ്റ്. ക്വസ്റ്റ്യൻ നോട് നോക്കൂ. ഷോ ദാറ്റ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്, കണ്ടോ, എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2y ഈസ് ഹോമോജീനിയസ് ആൻഡ് സോൾവ് ഇറ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. അത് ഹോമോജീനിയസ് ആണോ എന്ന് നോക്കി അത് ഷോ ചെയ്യും. ഹോമോജീനിയസ് ആണെന്ന് സോൾവ് ചെയ്യാൻ, ദെൻ അത് കഴിഞ്ഞത് ഹോമോജീനിയസ് ആണെന്ന് ഷോ ചെയ്യാൻ ആൻഡ് സോൾവ് ഇറ്റ്, ദെൻ അത് കഴിഞ്ഞാലത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നോക്കാം. ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ്. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2y. ദെൻ അതിനെ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2y ബൈ എക്സ് മൈനസ് വൈ. നമുക്കറിയാം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ്, ആ ഒരു ഫോം ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. അപ്പം ആ രൂപത്തിലേക്ക് നമുക്ക് മാറ്റാനാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2y ബൈ എക്സ് മൈനസ് വൈ. ദെൻ ഇതിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പം എല്ലാത്തിനും എക്സ് കൊണ്ട് ദ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ എക്സ്. അപ്പോൾ എക്സ് ബൈ എക്സ് ആണ് എന്തായത് 1 ആയത്. ദെൻ 2y ബൈ എക്സ് ബൈ 1 മൈനസ് വൈ ബൈ എക്സ്. അതാണ് അത് ഏത് ഫോമായി ജി ഓഫ് വൈ ബൈ എക്സ്, കേട്ടോ, വൈ ബൈ എക്സ്. അതാണ് അതിനെ മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് ബൈ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ എക്സ്. ആ ഇക്വേഷൻ നമ്പർ ഡി വൈ ബൈ ഡി എക്സിന് ഇക്വേഷൻ നമ്പർ 1 എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ദെൻ അപ്പം നമുക്ക് കിട്ടിയ ഫോം നോക്കുക. ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2y ബൈ എക്സ് മൈനസ് വൈ. അപ്പം അതിനെ ആ ലാംഡ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. ദെൻ നൗ എഫ് ഓഫ് ലാംഡ എക്സ് ഇൻറ്റു ലാംഡ വൈ ഈക്വൽ ടു ലാംഡ ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കുന്നു. ലാംഡ ഇവിടെ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് എക്സ് വൈ ആയിരുന്നു, അത് ലാംഡ വന്നു. അപ്പോൾ ഇവിടെ തന്നെ വേണം ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് 2y ബൈ ലാംഡ ഇൻറ്റു ബൈ ലാംഡ എക്സ് മൈനസ് വൈ. അപ്പോൾ ഇവിടെ ഈ രണ്ടിന് ലാംഡ പോകും, ലാംഡ ലാംഡ ക്യാൻസൽ. അപ്പം അതിൻ്റെ പവർ എന്തായി മാറും? നമുക്ക് ഏതെങ്കിലും ഒന്ന് നമുക്ക് ലാംഡിൻ്റെ പവറായിട്ട് കൊടുക്കണം. അപ്പം അതാണ് ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് 0 ആയിട്ട് കൊടുത്തത്. ലാംഡ റേസ് ടു 0 ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ. ഓക്കെ, ദെൻ എഫ് ഓഫ് എക്സ് വൈ ഇസ് എ ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 0. അപ്പോൾ ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ്. അതിൻ്റെ ഡിഗ്രി എത്രയാ? 0 ആണ്, കണ്ടോ. ചിലപ്പോൾ ഇവിടെ 1, 2 എന്ന് കിട്ടും, അപ്പോൾ ഡിഗ്രി അത് അത്രയായിരിക്കും 0. സോ ദാറ്റ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദാൻ അപ്പോൾ ഇത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്നുള്ളത് നമുക്ക് കിട്ടി. അത് ഷോ ചെയ്തു. എങ്ങനെയാ? എഫ് ഓഫ് ലാംഡ എക്സ് ഇൻറ്റു ലാംഡ വൈ ഈക്വൽ ടു ലാംഡ റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്ന രൂപത്തിൽ കിട്ടിയത് കൊണ്ട് അത് നമുക്ക് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയാം. എങ്ങനെ അത് നമുക്ക് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സോൾവ് ചെയ്യാനുള്ള ആദ്യത്തെ മെത്തേഡ് എന്താ പറഞ്ഞത്? തന്നിരിക്കുന്നതിനെ y ഈക്വൽ ടു വി എക്സ് എന്ന ഫോമിലേക്ക് എഴുതുക. y ഈക്വൽ ടു വി എക്സ്. ദെൻ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്? വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. എല്ലാ ക്വസ്റ്റ്യൻസും ഏകദേശം അങ്ങനെ തന്നെയാണ് വരുന്നത്. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആ കിട്ടിയതിൽ നിന്ന് നമ്മൾ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യുക. ആ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തും ഒരേ വേരിയബിൾ ആയിട്ട് വരും. ദെൻ ആ കിട്ടിയതിനെ ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ദെൻ എന്തായിരിക്കുന്നത്? വി ഈക്വൽ ടു വൈ ബൈ എക്സ് അങ്ങനെ, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു വൈ ബൈ വി, അല്ലെങ്കിൽ വൈ ഈക്വൽ ടു വി എക്സ് എന്ന രൂപത്തിലുള്ളതിനെ നമുക്ക് അഗെയിൻ റീപ്ലേസ് ചെയ്തിട്ട് മാറ്റാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ദെൻ സോൾവ് ചെയ്യാൻ നോക്കുക. ടു സോൾവ് ഇറ്റ് വി മേക്ക് ദ സബ്സ്റ്റിറ്റ്യൂഷൻ വൈ ഈക്വൽ ടു വി എക്സ്, y ഈക്വൽ ടു വി എക്സ് ഓർ എക്സ് ഈക്വൽ ടു വൈ ബൈ വി ആണല്ലോ. ദെൻ ഡിഫറൻഷ്യേറ്റിംഗ്, ഇതിനെ നമ്പർ 2 എന്ന് കൊടുത്തുന്നു. ഡിഫറൻഷ്യേറ്റിംഗ് 2 വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പം ഈ വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വി. അവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. വി പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ് അല്ലേ? വി പ്ലസ് എക്സ്, വി പ്ലസ് 1, വി ഇൻറ്റു 1 പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ സെക്കൻഡ് എത്രയാ? എക്സ് ആണ്. എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് വിയുടെ ഡെറിവേറ്റീവ് ഡി വി ബൈ ഡി എക്സ്. ഇതിന് നമ്പർ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുന്നു. ദ സബ്സ്റ്റിറ്റ്യൂഷൻ ദ വാല്യൂ ഓഫ് വൈ ആൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇൻ ഇക്വേഷൻ നമ്പർ 1. നമുക്ക് ആദ്യം തന്നെ കിട്ടിയ ഈ 1ൽ നമ്മൾ
വൈയുടെയും ഡി വൈ ബൈ ഡി എക്സിൻ്റെയും വാല്യൂ ഇക്വേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു. ദെൻ വി ഗെറ്റ് വി പ്ലസ്, നോക്കിക്കോളാം, ഇവിടെ ഡി വൈ ബൈ ഡി എക്സിന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. അപ്പോൾ വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ദാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു, വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു വി ആണ്. വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു വി, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1 plus 2v by 1 minus v. Again, x into dv by dx is equal to 1 plus 2v by 1 minus v. E plus v അങ്ങോട്ട് പോകുന്നു, then minus v. ഒന്ന് ക്രോസ് ചെയ്യുന്നു, 1 plus 2v minus v plus v square. Minus into minus plus v square by 1 minus v. Again, അതിനൊന്ന് ഷോർട്ട് ചെയ്തിരുന്നു, v square plus v square plus v plus 1 by 1 minus v. Okay, then അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആയിട്ട് മാറുകയാണ്. v മൈനസ് 1 മൈനസ് v എന്നുള്ളത് പ്ലസ് ആകുന്നു. v മൈനസ് 1 ബൈ വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 ഇൻറ്റു ഡി വി ഈക്വൽ ടു മൈനസ് ഡി എക്സ്, ഇതവിടെ ഉണ്ട്, മൈനസ് ഡി എക്സ് ബൈ എക്സ്. ഓക്കെ, ഇവിടെ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാണ്, വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യണം. ഇവിടെ വേണമെങ്കിൽ എഴുതാം, സെപ്പറേറ്റിംഗ് ദ വേരിയബിൾസ്, separating the variables. അങ്ങനെയാണ് നമ്മൾ v minus 1 by v square plus v plus 1 dv is equal to minus dx by x. Integrating on both sides of equation number 4. അപ്പം integral v minus 1 by v square plus v plus 1 into dv equal to minus integral minus dx by x. അപ്പോൾ അതിൽ നിന്നും കിട്ടുന്നു 1/2 ഇൻറ്റു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, കുറേ ഇൻ്റഗ്രേഷൻ മെത്തേഡ് പഠിച്ചില്ലേ. അപ്പോൾ അതാണ് ഇവിടെ എല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 2v പ്ലസ് 1 മൈനസ് 3 ബൈ വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 ഇൻറ്റു ഡി വി ഈക്വൽ ടു 1/xൻ്റെ ഇൻ്റഗ്രൽ ലോഗ് എക്സ് ആണ്, ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് ലോഗ് എക്സ് പ്ലസ് c1 എന്ന് കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സി എന്നുള്ളത് c1 ആക്കി കൊടുത്തിരിക്കുന്നത്. ദെൻ 1/2 2v പ്ലസ് 1 ഒന്ന് സെപ്പറേറ്റ് ചെയ്യാണ്, രണ്ട് ടേം ആക്കിയിട്ട് മാറ്റുന്നതാണ്. 2v പ്ലസ് 1 ബൈ വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 ഇൻറ്റു ഡി വി ഈക്വൽ ടു മൈനസ് ഈ 3. ദെൻ 3/2 ഇൻ്റഗ്രൽ 1 ബൈ വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 ഡി വി ഈക്വൽ ടു മൈനസ് ലോഗ് എക്സ് പ്ലസ് c1. എഗെയിൻ 1/2 ഇതിനെതാ ലോഗ് വി സ്ക്വയർ 1/x ലോഗ് എക്സ് ആണ്, ലോഗ് വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 മൈനസ് 3/2 ഇൻറ്റു ഇവിടെ എന്ത് വരുന്നുണ്ട് 2/3 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ്. അപ്പോൾ 2/3 ടാൻ ഇൻവേഴ്സ് 2v പ്ലസ് 1/√3 ഈക്വൽ ടു മൈനസ് ലോഗ് എക്സ് പ്ലസ് സി. എഗെയിൻ 1/2 ലോഗ് വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 പ്ലസ് 1/2 2 ഒക്കെ ക്യാൻസൽ ചെയ്യാൻ 1/2 ലോഗ് എക്സ് സ്ക്വയർ ഈക്വൽ ടു √3 ടാൻ ഇൻവേഴ്സ് 2v പ്ലസ് 1/√3 പ്ലസ് c1. And next, replacing v by y by x, then we get 1/2 log mod y square by v ക്ക് പകരം നമ്മൾ y by x കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ v square ആയിരുന്നു, then y square by x square plus v ആണ് y by x plus 1 plus 1/2 log x square is equal to √3 tan inverse 2y by x by √3 x plus c1. Then 1/2 log y square by x square plus y by x plus 1 into x square. ഇവിടെ രണ്ടും ഒന്നായതുകൊണ്ട് ലോഗ് എ ബി ഇസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി. അപ്പം ഇൻറ്റു എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു √3 ടാൻ ഇൻവേഴ്സ് 2y by x by √3 x plus c1. ദെൻ ലോഗ് y സ്ക്വയർ പ്ലസ് ഇവിടെ നിന്ന് ഒന്ന് ഷോർട്ട് ചെയ്യാണ്, y സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്, എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഇവിടെ എന്തായി എക്സ് സ്ക്വയറും ക്യാൻസൽ ആകുന്നു. ദെൻ വൈ സ്ക്വയർ എക്സും ഇവിടെ ഒരു എക്സും കൂടെ വരുന്നു, വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ 1 എന്തായി മാറുന്നു എക്സ് സ്ക്വയർ ആകുന്നു. ഈ എക്സ് സ്ക്വയർ കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2√3 ടാൻ ഇൻവേഴ്സ് 2y പ്ലസ് എക്സ് ബൈ √3 എക്സ് പ്ലസ് 2c1. Then log x square plus xy plus y square is equal to 2√3 tan inverse x plus 2y by √3 x plus c. Therefore, which is the general solutions of the differential equation? അപ്പോൾ ഇതൊരു ലെങ്തി പ്രോബ്ലം ആണ്.
ഇത് ഈ രീതിയിൽ തന്നെ പഠിക്കണം. ഒരു 4 പ്രോബ്ലമാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പിന്നെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ആ 4 പ്രോബ്ലത്തിൽ നിന്നും ഒരെണ്ണം എക്സാമിന് ഷുവറായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ തന്നെ എഴുതി പഠിക്കുക. കാരണം ഓരോ സ്റ്റെപ്പും ഓരോ രീതിയിലായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇത് ചെയ്ത് തന്നെ പഠിക്കണം. ഇതിൽ ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും റീപ്ലേസിങ്ങും സെപ്പറേറ്റിങ്ങും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ മനസ്സിലാക്കി തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ആദ്യം എന്ത് ചെയ്യണം? y = vx എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എഗെയിൻ സെപ്പറേറ്റ് ചെയ്യുക, ദെൻ ലാസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതും കഴിഞ്ഞ് അതിനൊക്കെ റെഡിയാക്കി ചെയ്തതിന് ശേഷം റീപ്ലേസിങ് v = y/x എന്നുള്ള ആ ഒരു ഫോമും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് ലാസ്റ്റ് ആൻസർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണത് സോൾവ് ചെയ്യുക. അപ്പോൾ അതെന്താ? ഇറ്റ് ഈസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്ക് എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കാം. പ്രോബ്ലംസ് കൂടുതൽ നമുക്ക് നെക്സ്റ്റ് ടൈമിൽ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.